നമസ്കാരം. ഡോക്ടർ ആദ്യമായിട്ടാണ് ബഹ്റൈനിൽ വരുന്നത്. അതെ അതെ അതെ. എങ്ങനെയുണ്ട് ബഹ്റൈൻ? എങ്ങനെ വിലയിരുത്തുന്നു ഈ ബഹ്റൈൻ സന്ദർശനത്തെ? ബഹ്റൈൻ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ബഹ്റൈനെ പറ്റി ഇവിടെ വന്നപ്പോൾ അല്ലെങ്കിൽ ഇതിന് വരുന്നതിൻ്റെ 2-3 ദിവസം മുമ്പ് എൻ്റെ 1-2 ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ഇവിടെ വന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ചെറിയ രാജ്യമാണ്. അപ്പോൾ ഞാൻ പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ പാലക്കാട് ജില്ലയുടെ ഒരു ചെറിയ ഭാഗത്തിൻ്റെ വലിപ്പമേ ഇതിനുള്ളൂ. പക്ഷേ ഇവിടുത്തെ ആളുകൾ വളരെ കുറച്ച് പേരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമുള്ളവരാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര എല്ലാവരും വലിയ മനസ്സുള്ള ആളുകളാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരുന്നത്. അപ്പോൾ വന്നതിന് ശേഷം എനിക്കത് ആക്ച്വലി ഒന്നുകൂടി ഡബിളായിട്ട് എനിക്കത് ഉറപ്പിക്കാൻ പറ്റി. കാരണം കുഞ്ഞു രാജ്യം, പക്ഷേ വലിയ മനസ്സുള്ള കുറേ ആളുകൾ, സ്നേഹം മാത്രമുള്ള കുറേ ആളുകൾ നമ്മളെ എങ്ങനെ പൊതിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമല്ലേ, അതാണ് ആക്ച്വലി 2-3 ദിവസമായിട്ട് ഞാൻ ഇവിടെ അനുഭവിച്ചത്. വളരെ ഹാപ്പി. ആക്ച്വലി എനിക്ക് ഇനിയും വരണം എന്ന് ആഗ്രഹം തോന്നിയ സ്ഥലമാണിത്. ഞാൻ 2 ദിവസമായി ബഹ്റിനിലെത്തിയിട്ട് ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ ബുക്ക് ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നതെന്നറിഞ്ഞു. സൗമ്യ, എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ തൻ്റെ പ്രൊഫഷനും ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ് ഈ സൗഹൃദങ്ങളൊക്കെ എങ്ങനെയാണ് നിലനിർത്തുന്നത്? സത്യത്തിലെ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. കാരണം ദിവസേന നമ്മൾ പേഷ്യൻസിനെ കാണുന്നു. ഈ പേഷ്യൻസ് ആരും സന്തോഷത്തോടു കൂടിയല്ല നമ്മുടെ അടുത്ത് വരിക. എല്ലാവരും അവരുടെ വിഷമം, അസുഖങ്ങൾ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമായിട്ടാണ് വരിക. അപ്പം ഞങ്ങൾ രാവിലെ മുതൽ ഞങ്ങളുടെ ഒരു ദിവസം മുഴുവൻ രാവിലെ തുടങ്ങുന്നതും എൻഡ് ചെയ്യുന്നതും എല്ലാം ഇതിലാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ദിവസേന മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് അതേ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മുടെ ക്വാളിറ്റി ഓഫ് വർക്കൊക്കെ കുറയും. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പോൾ ഡോക്ടറുടെ ജീവിതത്തിൽ മാത്രമല്ല കേട്ടോ, ഏത് ജോലിയും നമ്മൾ ഒരു വ്യത്യാസവും ഇല്ലാതെ ഇതുപോലെ രാവിലെയും വൈകുന്നേരം ഒരേപോലെ ഒരു യന്ത്രത്തെ പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കുറേ കാലം നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യണം, എനിക്ക് പറ്റാവുന്നതെല്ലാം എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അപ്പോൾ നമുക്ക് കുറേ കഴിവുകൾ നമുക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില കഴിവുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഉണ്ട് എന്ന് തോന്നുന്ന ചില കഴിവുകൾ, അതിൽ ഒന്ന് എനിക്ക് അത്യാവശ്യം സംസാരിക്കാൻ സാധിക്കാമെന്നുള്ളത് നമുക്ക് തന്നെ ബോധ്യം ഉണ്ടാവുമല്ലോ, ഇതിൽ ഓക്കെ എന്നെ കൊള്ളാം. അങ്ങനെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് സംസാരിക്കാൻ അറിയാം, ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ ചെറുപ്പത്തിൽ ഞാനൊരു ടീച്ചർ ആവാൻ ആഗ്രഹിച്ച ആളാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ തുടങ്ങുന്നത്. കാരണം വൈദ്യശാസ്ത്ര രംഗത്ത് കുറേ ആളുകൾക്ക് തെറ്റിദ്ധാരണകളുണ്ട്, കുറേ ആളുകൾക്ക് കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങൾ, ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിപ്പോൾ നമുക്ക് ആകെ വേണ്ടത് കുറച്ച് സമയമാണ്. എനിക്ക് കിട്ടുന്ന 5-10 മിനിറ്റ് നമുക്ക് ഒ പിയിൽ ചിലപ്പോൾ ഒരു പേഷ്യൻറ്റ് കഴിഞ്ഞ് അടുത്ത പേഷ്യൻറ്റിനെ കാണാൻ കുറച്ച് ടൈം ചിലപ്പോൾ നമുക്ക് കിട്ടും. ആ സമയത്താണ് ഞാൻ സാധാരണ രീതിയിൽ ഒരു ടോക്കൺ നമുക്ക് അപ്പം തോന്നുന്ന, ചിലപ്പോൾ അന്ന് വന്ന് പേഷ്യൻറ്റ് ചോദിച്ചൊരു സംശയമായിരിക്കാം, അതിനെപ്പറ്റി ഞാനൊരു 5-10 മിനിറ്റ് സംസാരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസായിട്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്കിവിടെ 2 പരിപാടികൾ, ഒരു ബുക്ക് എഴുതി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് BKSൻ്റെയും DCയുടെയും ബുക്ക് ഫെസ്റ്റിൽ അതിന് ക്ഷണം കിട്ടി. അതിൻ്റെ കൂടെ തന്നെ ഗൾഫ് മാധ്യമത്തിൻ്റെ എഡ്യൂകഫെ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, അവരിന്നൊരു പരിപാടി നടത്തുന്നതിൽ ഒരു പാരൻറ്റിങ്ങിനെ പറ്റി ഒരു സെഷൻ നടത്താൻ വേണ്ടി അവരും വിളിച്ചു. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ആഡഡ് അഡ്വാൻറ്റേജസ് ആണ്. ഡോക്ടർ ഇതിനിടയിലും ഈ പ്രൊഫഷൻ്റെ ഇടയിലും ബുക്സ് ഒക്കെ എഴുതാനുള്ള സമയം കണ്ടെത്തുന്നു. ഇതിനൊക്കെയുള്ള സമയം ഉണ്ടോ? ഇപ്പം ഒരു ലേറ്റസ്റ്റ് ആയിട്ടൊരു ബുക്ക് പ്രകാശനം ചെയ്തു, അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമോ? ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് താല്പര്യമുള്ള സംഗതികൾ ചെയ്യാനുള്ള സമയം നമുക്ക് ധാരാളം ഉണ്ട്. നമ്മൾ ഈ സമയമില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് കാര്യമായ ഒരു യോജിപ്പില്ല. നമുക്ക് ശരിക്കും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സമയം കണ്ടെത്തും, അതാണ് സത്യം. എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂറാണ്. നമ്മൾ പലപ്പോഴും ഭയങ്കര ബിസി ആയിട്ടുള്ള ആൾക്കാരെ, അവർക്കും ഒരു ദിവസത്തിന് 24 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ അവർക്ക് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. ചില ആളുകൾക്ക് ജോലി തന്നെ ചെയ്ത് തീർക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യാനുള്ള താല്പര്യമാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ജോലി ചെയ്യാൻ തന്നെ നമ്മൾ താല്പര്യമില്ലാതെ ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിൽ നമുക്ക് അത് തന്നെ ഒരു ഭാരമായി തോന്നും. അപ്പോൾ ഒരു കാര്യവും ഭാരമല്ലാതെ ചെയ്യുക, അല്ലെങ്കിൽ അതൊരു ബാധ്യതയല്ലാതെ സന്തോഷത്തോടു കൂടിയും താല്പര്യത്തോടു കൂടിയും ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സമയവും തന്നെ കണ്ടെത്താൻ സാധിക്കും. അത് ചെയ്യുന്നത് നമ്മൾ എൻജോയ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ബുക്ക് എഴുതുക എന്നുള്ളത് എൻ്റെ കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതിപ്പോൾ സാധിച്ചു. അടുത്ത ബുക്കിൻ്റെ പേര് ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഓക്കെ ആണോ എന്നുള്ളതാണ്. കാരണം ഇത് ഞങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ്. കുട്ടികളുടെ ബേസിക് ആയിട്ടുള്ള ഹെൽത്തിനെ പറ്റിയിട്ടാണ്. അതായത് ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് എത്ര ഹൈറ്റ് വെയിറ്റ് വേണം, എന്തൊക്കെ ഭക്ഷണങ്ങൾ അവർ കഴിക്കണം, എന്തൊക്കെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ അവരെടുക്കണം. അങ്ങനെ നമ്മളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 18 വർഷം, കുട്ടിക്ക് 18 വയസ്സ് അല്ലെങ്കിൽ ഒരു മുതിർന്ന ആളാവുന്നത് വരെ ഓരോ പ്രായത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ രീതികൾ, കുത്തിവയ്പ്പുകൾ, അവരുടെ ഫിസിക്കലായിട്ടുള്ള മെൻ്റലായിട്ടുള്ള ഗ്രോത്ത്, അതിനെയൊക്കെ പറ്റിയാണ്. അതായത് ഇതൊക്കെ പാരൻസിന് ബേസിക്കായി ഒരു അറിവ് വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ആദ്യത്തെ ബുക്ക് ഞാൻ എഴുതിയത്. സരിൻ പാലക്കാട്
മത്സരിക്കാൻ ഒരുങ്ങി. അതിൽ പരാജയപ്പെട്ടു. പാർട്ടി മാറിയാണ് സരിൻ ഈ പ്രാവശ്യം മത്സരിച്ചത്. അതിൽ എന്താണ് നിലപാട്? ഞാൻ എൻ്റെ നിലപാട് എപ്പോഴും, കാര്യം ഞാൻ ഒരിക്കലും ഒരു പാർട്ടിയുടെയും ഭാഗമായിട്ട് ഇത്ര കാലം വരെ ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ലൈഫ് പാർട്ണർ ഒരു ജോലി കളഞ്ഞ്, അതായത് ജോലിയിൽ നിന്ന് പൊളിറ്റിക്സാണ് അദ്ദേഹത്തിൻ്റെ ഭാവി എന്ന് തീരുമാനിച്ച് ഒരു പ്രത്യേക പാർട്ടിയിലേക്ക്, കോൺഗ്രസ്സിലേക്കാണ് ആദ്യമായിട്ട് അദ്ദേഹം വന്നത്. അപ്പോൾ ഞാൻ അതിനെ മാനിച്ചുകൊണ്ട് ആ തീരുമാനത്തിനൊപ്പം നിന്ന ഒരാളാണ്. അപ്പോൾ എവിടെ വർക്ക് ചെയ്യണം, എങ്ങനെ ചെയ്യണം, തനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളത് നമ്മളെല്ലാവരും മുതിർന്ന ആളുകളാണ്. അപ്പോൾ ഇതിനൊക്കെ എടുക്കാനുള്ള തീരുമാനവും ആ സ്വാതന്ത്ര്യവും ആ വ്യക്തിക്കാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ ഞാനുമായി ബന്ധപ്പെട്ട, ഇപ്പോൾ എൻ്റെ പ്രൊഫഷനുമായിട്ട് എനിക്ക് ബന്ധപ്പെട്ട തീരുമാനങ്ങളെല്ലാം സ്വന്തമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ എടുക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കതിലൊരു പരിധിക്കപ്പുറം വേറൊരാൾ ഇടപെടുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം ഇപ്പോൾ ഞാനൊരു ആശുപത്രിയിൽ നിന്ന് വേറെ ആശുപത്രിയിലേക്ക് മാറാൻ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ഡോക്ടർ ജോലി നിർത്തി വേറൊരു ജോലി ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയുക എനിക്കായിരിക്കും, അല്ലേ? ഇപ്പോൾ ചിലപ്പോൾ എനിക്കത് എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമുക്ക് എന്ത് വേണം എന്നുള്ളത് ആഫ്റ്റർ ഓൾ നമ്മുടെ കംഫർട്ട് ലെവൽ, നമ്മുടെ സന്തോഷം, നമ്മുടെ സമാധാനം എല്ലാം അത് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ അവകാശങ്ങളാണ്. അപ്പോൾ ഒരു ഭർത്താവായി അല്ലെങ്കിൽ ഒരു ലൈഫ് പാർട്ണറായി എന്നുള്ളത് കൊണ്ട് ഒരു പരിധിക്ക് അപ്പുറം അവരുടെ കാര്യങ്ങളിൽ കടന്ന് ഇടപെടുക, ഡെഫിനറ്റ്ലി ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും, പക്ഷേ ഒരു പരിധിക്ക് അപ്പുറം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭരിക്കാൻ പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സരിൻ്റെ തീരുമാനങ്ങൾ അദ്ദേഹത്തിന് ഉറപ്പുള്ള തീരുമാനങ്ങൾ, കൺവിക്ഷനുള്ള തീരുമാനങ്ങൾ, അതിൻ്റെ കൂടെ ഒരു ജീവിത പങ്കാളി എന്നുള്ള രീതിയിൽ നിൽക്കുക എന്നുള്ളതാണ് ഞാൻ എന്നും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ഞാനത് തന്നെയാണ് ചെയ്യുക. സരിൻ ഈ പാർട്ടി മാറി മത്സരിച്ചപ്പോൾ ഇത് തൻ്റെ വ്യക്തി ജീവിതത്തെയും വ്യക്തിബന്ധങ്ങളെയും ബാധിച്ചിട്ടുണ്ടോ? ഒരു പരിധിവരെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സരിൻ ഇത്രയും 7-8 വർഷക്കാലം ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കുണ്ടാവുന്ന ഒരു സർക്കിൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നതും ആ ഒരു പാർട്ടിയുടെ ഉള്ളിലുള്ള ആളുകളായിരിക്കും പലപ്പോഴും നല്ലൊരു ശതമാനം ഉണ്ടാവുക. അത് അവർ മാത്രമല്ല ഞാൻ പറയുന്നത്, ബാക്കിയുള്ളവരും ഉണ്ട്. പക്ഷേ ഒരു മെജോറിറ്റി ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിരിക്കും. ഈവൻ നമ്മൾ സോഷ്യൽ മീഡിയ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ളവർ പോലും നല്ല ശതമാനം ആ കോൺഗ്രസ് പാർട്ടിയിലുള്ളവരായിരിക്കും. അപ്പം ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പലപ്പോഴും അതിൽ നല്ലൊരു ശതമാനം ആളുകൾ നമുക്ക് എതിരെ തിരിയാനുള്ള ഒരു സാധ്യത അത് സംഭവിച്ചതുമാണ്. അപ്പോൾ അവർ വിമർശിക്കാം, വിമർശനം തന്നെ ചിലപ്പോൾ അതിൽ കടന്നുള്ള വിമർശനങ്ങളിലേക്ക് പോവാം, വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ അതൊക്കെ സംഭവിച്ചു. അതെല്ലാം ഇതിൻ്റെ ഒരു പാർട്ടായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ അങ്ങനെ പറയുന്ന ആളുകളോട് തിരിച്ച് അങ്ങോട്ട് കയർക്കാനോ അല്ലെങ്കിൽ തർക്കിക്കാനോ ഒന്നും ഞാൻ പോവാറില്ല. കാരണം ചിലപ്പോൾ അവർ നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, അല്ലെങ്കിൽ ഈ സ്നേഹമാണല്ലോ ചിലപ്പോൾ അമർഷമൊക്കെ ആയിട്ട് മാറുക, വെറുപ്പായിട്ട് മാറുക. അതങ്ങനെ മാറരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മളെപ്പോലെ അല്ലായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെയെല്ലാം അതിൻ്റെ ഒരു സ്പിരിറ്റോടു കൂടി എടുക്കുന്ന ഒരാളാണ്. സ്നേഹമാണെങ്കിലും വെറുപ്പാണെങ്കിലും ദേഷ്യമാണെങ്കിലും എല്ലാം അതിനെ ആ ഒരു രീതിയിൽ എടുക്കുന്ന ഒരാളാണ്. സരിൻ ഈ പാർട്ടിയിൽ വന്ന് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പോൾ സരിൻ്റെ ക്യാമ്പയിൻ ഇപ്പോൾ ഒരു 35 ദിവസത്തെ ക്യാമ്പയിനാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ഷാർജയിലാണ്, എനിക്ക് എൻ്റെ ജോലിയുണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാമ്പയിൻ ഇപ്പോൾ ഇവിടുന്ന് ഒരു 10-20 ദിവസം ലീവ് എടുത്ത് പോയിട്ട് ക്യാമ്പയിൻ ചെയ്യാമായിരുന്നു. ഇപ്പോൾ ആരും എന്നോട് ചെയ്യരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല, ചെയ്യണം എന്നും പറഞ്ഞിട്ടില്ല. സരിൻ ഒരിക്കലും, ഞാൻ അതാണ് പറഞ്ഞത്, ഞങ്ങൾ രണ്ടുപേരും പൂർണ്ണമായിട്ട് ഞങ്ങളെ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിരിക്കും. കാരണം നമ്മുടെ സ്വാതന്ത്ര്യം ആരും അനുവദിച്ച് തരേണ്ട ഒന്നൊന്നല്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും അങ്ങനെയല്ല എന്നുള്ളത് നമുക്കറിയാം. ഭാര്യയുടെ കാര്യങ്ങളിൽ ഭർത്താവ് ഇടപെടും, തിരിച്ച് ഭർത്താവിൻ്റെ കാര്യങ്ങളിൽ ഭാര്യ അനാവശ്യമായി ഇടപെടും. അപ്പോൾ അതൊക്കെ പലപ്പോഴും പല ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകും. അപ്പോൾ ഒരിക്കലും സരിൻ എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ ഒരിക്കലും എന്നോട് വന്നിട്ട് ഇവിടെ വന്ന് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ക്യാമ്പയിന് പോകണം എന്ന് സരിൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നെ അങ്ങനെ ഒരു കാര്യങ്ങൾക്ക് നിർബന്ധിക്കാറുമില്ല. ഞാൻ ചെയ്യുന്നത് എന്ത് കാര്യം ആണെങ്കിലും എനിക്ക് പൂർണ്ണമായ ബോധ്യമുള്ള കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് അവരെന്നോട് ചോദിച്ച ചോദ്യമാണ്, സരിൻ എന്തുകൊണ്ട് ആളുകൾ വോട്ട് ചെയ്യണം എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ അതിന് പറഞ്ഞ ഉത്തരം, സരിൻ കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും എനിക്ക് അതേ ഉത്തരമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് 2021 സരിൻ ഒറ്റപ്പാലത്ത് മത്സരിച്ചപ്പോഴും എന്നോട് ഈ ചോദ്യം ചോദിച്ചവരോട് ഇതേ ഉത്തരം തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് അതേ ഉത്തരമാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ ആളെന്ന് പറയുന്നത് സരിൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ അത് എന്നാണെങ്കിലും അതിൽ മാറ്റം ഈ 21 വർഷമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സരിൻ എന്ത് കാര്യമുണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ട്, ഏത് ഉത്തരവാദിത്തങ്ങളും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു MLA ആവുകയാണെങ്കിൽ
നല്ല രീതിയിൽ ആ ജോലി ചെയ്യുമെന്നുള്ള പൂർണ്ണ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അത് ഒരിക്കലും ഏത് പാർട്ടിയാണെന്ന് നോക്കി പറയുന്നതല്ല, സൈഡിൽ നിന്ന് പറയുന്ന വ്യക്തിയിലുള്ള ഒരു വിശ്വാസം കൊണ്ട് പറയുന്നതാണ്.